ഹായ് ഗീസ്, മധുരം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മലബാർ ഹണി പരിചയപ്പെടുത്തി തരട്ടെ. അതിനു മുമ്പ് ഞാനെങ്ങനെ എവിടെ എത്തിയെന്ന് പറയാം. ഒരു മാസത്തെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ മലബാർ ഹണിയിലെത്തുന്നത്. അതിനു മുമ്പ് ഈ തേനീച്ചയും തേനും ഒക്കെ എല്ലാവരെയും പോലെ എനിക്കും വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബീ കീപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഹണി എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്, ഹണി അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ്, ഹണി ലാബിൽ ഏതൊക്കെ രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഹണി ഏതൊക്കെ തരത്തിലാണ് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും എനിക്ക് പറയാം. അത് മാത്രമല്ല കേട്ടോ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എനിക്കിപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം. അതിനെന്നെ സഹായിച്ചത് നമ്മുടെ മലബാർ ഹണിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഷാജു സാർ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ചേച്ചിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് വളരെ അടിപൊളിയായിട്ട് അവരവരുടെ ജോലികൾ വളരെ കൃത്യമായി ചെയ്യാൻ അവരൊരു മടിയും കാണിക്കാറില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മലബാർ ഹണി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തേൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ എനിക്കും പറ്റിയില്ല. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. യാതൊരു വിധത്തിലും കേടുപാട് കൂടാതെ വളരെ സേഫായിട്ട് ഹണി സ്റ്റോർ ചെയ്ത് വെക്കാൻ മലബാർ ഹണിക്ക് സാധിക്കുന്നുണ്ട് എന്നത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ആർക്കെങ്കിലും ഹണി ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ. ബൈ.